ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്റ്റോറി തുടങ്ങി അല്ലെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഇറ്റ് വാസ് എ ജാപ്പനീസ് സ്റ്റോറിയാണ്. ഈ ജാപ്പനീസ് സ്റ്റോറിയിലെ ഇറ്റ് വാസ് എൻ അൺബിലീവബിൾ സ്റ്റോറി ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ ജാപ്പനീസ് സ്റ്റോറിയിൽ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥ. അതാണ് നമുക്ക് അതിന്റെ അവസാനം നോക്കാം നമുക്ക് എന്താണെന്ന്. ഇവിടെ ഒരു ബോയിനെ കുറിച്ച് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലാക്കിയതാണ് അല്ലെ. ആ ബോയ് എവിടെയാണ് ഇപ്പോ? പ്രീസ്റ്റിന്റെ അടുത്താണ്. അവനൊരു ഫോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അവന്റെ ഫോൾട്ട്? ഹി വാസ് എ ഗുഡ് പെയിന്റർ. ഇറ്റ് വാസ് നോട്ട് എ ഫോൾട്ട്. അത് ഫോൾട്ട് ആണോ? അല്ല. പക്ഷെ അവന്റെ ഫോൾട്ട് ആണ്, അവൻ ആ പെയിന്റർ ആണെന്നുള്ളത് ഫോൾട്ട് തന്നെയാണ്. എപ്പോഴാണ്? ഹി ഓൾവേസ് ഡ്രോ ദ പിക്ചർ ഓഫ് ദ കാറ്റ്. ഹി വാസ് എ പെയിന്റർ, ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. പക്ഷെ അത് ഫോൾട്ടായി മാറുന്നത് എപ്പോഴാണ്? ഹി ഓൾവേസ് ഡ്രോ. ഈവൻ ദ സ്റ്റഡി അവേഴ്സിൽ പോലും ഇരുന്ന് പടം വരയ്ക്കുകയാണ്. ആൻഡ് ഈവൻ വേർ ദ കാറ്റ്സിന്റെ പിക്ചർ ഒരിക്കലും വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോലും അവനിന്ന് എന്നുവെച്ചാൽ എല്ലാ ചുമരുകളൊക്കെ ഇങ്ങനെ അവൻ വരച്ചുകൊണ്ടേയിരിക്കും. അതായിരുന്നു അവന്റെ ഫോൾട്ട്. അവൻ വളരെ ഒബീഡിയന്റ് ആയിരുന്നു, അനുസരണയുള്ള നല്ലൊരു കുട്ടിയാണ്. പക്ഷെ ഈ ഒരു ഫോൾട്ട് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. 5th പാരഗ്രാഫ് തുടങ്ങുന്നത് പേജ് നമ്പർ 31. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് പേജ് നമ്പർ 30 എടുത്തു കഴിഞ്ഞു. 4 പാരഗ്രാഫ് കഴിഞ്ഞു. 5ാമത്തെ പാരഗ്രാഫ് പേജ് നമ്പർ 31 നോക്കാം. Whenever he found himself alone, ഇനി ആ കുട്ടീനെ കുറിച്ച് വീണ്ടും പറയാണ്. Whenever he was alone, ഒറ്റയ്ക്ക്, അവൻ തനിയെ ഇരിക്കുന്ന സമയത്തൊക്കെ he found himself alone, he drew the cats. അവൻ എന്ത് ചെയ്യും? നമുക്ക് ആ ബോയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് ഇതൊക്കെ എഴുതാം കേട്ടോ. എന്താണ്? Whenever he was alone, അവൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത്, ഒറ്റയ്ക്ക് എപ്പോ ഇരിക്കുന്നു അപ്പോഴൊക്കെ എന്ത് ചെയ്യും? അവൻ സമയം പോകാൻ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കില്ലേ? അവൻ അങ്ങനെ വിഷമില്ല. എപ്പോ അവൻ ഒറ്റയ്ക്കാവണം അപ്പോഴൊക്കെ അവൻ പടം വരയ്ക്കും. He drew them on the margins of the priest book. അതാണ് നേരത്തെ പറഞ്ഞത്. വരയ്ക്കാൻ നിങ്ങളുടെ ടീച്ചറിന്റെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ ബുക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡ്രോ. എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. പക്ഷെ ടീച്ചറിന്റെ ബുക്ക് നിങ്ങൾക്ക് തരികയാണ്, പഠിക്കാൻ പറഞ്ഞ് വായിക്കാൻ പറഞ്ഞ് തന്ന അതിൽ ഫുള്ള് പടം വരച്ചിട്ടാൽ ഏതെങ്കിലും ടീച്ചേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുമോ? അത് ഒരിക്കലും ഒരു ടീച്ചേഴ്സും അതിനെ ക്ഷമിക്കാൻ പറ്റില്ല. ഇവിടെയും ഈ പ്രീസ്റ്റ് കൊടുത്ത പുസ്തകത്തിലൊക്കെ അവൻ എന്ത് ചെയ്യാണ്? ഹി ഡ്രോ ദം ഓൺ ദ മാർജിൻ ഓഫ് ദ ബുക്കിന്റെ സൈഡിൽ നമ്മൾ മാർജിൻ വരയ്ക്കില്ലേ? ആ മാർജിനിലൊക്കെ അവൻ എന്ത് ചെയ്യാണ്? പൂച്ചയുടെ പടം വരച്ചു വെക്കണം. ആൻഡ് ഓൺ ഓൾ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ, അതുപോലെ ടെമ്പിളിന്റെ ചുമരുമ്പോ ഫുള്ള് പൂച്ചയുടെ പടം. ആൻഡ് ഓൺ ദ വാൾസ്, എല്ലാ ചുമരുകളും എല്ലാ സ്ക്രീനുകളും എല്ലാ വാൾസിലും, ആൻഡ് ഓൺ ദ പില്ലേഴ്സിലും അവൻ പടം വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിന്റെ പടം? അമ്പലമാണ്, പള്ളിയാണെങ്കിലൊക്കെ ദൈവങ്ങളുടെ പടം വരച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അതല്ല. ഹി ഓൾവേസ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ കാറ്റ്. എവിടെയൊക്കെയാ വരയ്ക്കണത്? പ്രീസ്റ്റിന്റെ ബുക്കിന്റെ മാർജിനില്. പിന്നെ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിളിൽ കാണുന്ന എല്ലാ സ്ക്രീനുകളും, പിന്നെ വാൾസ് ചുമരുകളൊക്കെ, ആൻഡ് ഓൺ ദ പില്ലേഴ്സ് എല്ലാ തൂണുകളും. Several times the priest told him that was not the right. സാധാരണ കുട്ടികളൊക്കെ ചുമരുമ പടം വരയ്ക്കും. നമ്മൾ എന്താ ചെയ്യാ? വരച്ചോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കോ? നമ്മൾ കുട്ടികൾക്ക് വാർണിംഗ് കൊടുക്കും അല്ലെ? ഇനി വരയ്ക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ വാർണിംഗ് കൊടുക്കും. അതുപോലെ പ്രീസ്റ്റ് വാർണിംഗ് കൊടുക്കുകയാണ്. told him that this was not right. ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാണ്. But he did not stop doing the cat. പക്ഷെ അവൻ അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തില്ല. പ്രീസ്റ്റ് കുറെ പ്രാവശ്യം വാർണിംഗ് കൊടുത്തു, പക്ഷെ അവൻ കേട്ടില്ല. അവസാനം പ്രീസ്റ്റ് ദേഷ്യം വന്നു. പ്രീസ്റ്റ് എന്ത് ചെയ്തു? ഹി ഡ്രോ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. കാരണം അവൻ വരയ്ക്കാൻ കാരണം എന്താണ്? ഹി വാസ് എൻ ഒബീഡിയന്റ് സ്റ്റുഡന്റ് ആണ്, നല്ല അനുസരണയുള്ള കുട്ടിയാണ്. അപ്പൊ പ്രീസ്റ്റ് വരയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ പറയേണ്ട അവൻ ഒബീഡിയന്റ് ആണെന്ന്. ഒബീഡിയന്റ് ആണെങ്കിൽ ആ ഒരു ടീച്ചർ പറയാണ് വരയ്ക്കരുത്, ചെയ്യരുത്, ആ കുട്ടിക്ക് ചെയ്യാതിരുന്നൂടെ? പക്ഷെ ഇവൻ പറയാണ് ഹി കാൺ ഹെൽപ്പ് ഹിംസെൽഫ്. അവൻ അവനെ തന്നെ സഹായിക്കാൻ. അവൻ അറിയാതെ വരച്ചു പോണതാണ്. അവൻ എത്ര ചെയ്താലും അവൻ അറിയാതെ വരച്ചു പോവുകയാണെന്ന്. ഹി ഡ്രോവ് ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവനെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവനെ നിർത്താൻ പറ്റുന്നില്ല. അവൻ അറിയാതെ വരച്ചു പോകുന്നു. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റിന്റെ നല്ല ജീനിയസ് ഉണ്ട്, നല്ല ബുദ്ധി, നല്ല ബോധം. ഒരു കലാകാരന് വേണ്ട എല്ലാ കഴിവുകളും ഉണ്ട്. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ ആക്യുറേറ്റ്.
ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള കഴിവുണ്ട്, പക്ഷെ അവൻ എന്തിനുള്ള ഫിറ്റ് അല്ല, ഒരു ആക്യുലേറ്റ് അവൻ ശിഷ്യനാകാനുള്ള യോഗ്യത അവനില്ല. കാര്യം ഒരു ശിഷ്യനാവണമെങ്കിൽ പ്രീസ്റ്റ് പറയുന്നത് കേൾക്കണം അല്ലെ, അതിനുള്ള യോഗ്യത ഇല്ലാതെ തെളിയിച്ചപ്പോ എ ഗുഡ് ആക്യുലേറ്റ് ഷുഡ് സ്റ്റഡി ദ ബുക്ക്. ഗുഡ് ആക്യുലേറ്റ് എപ്പോഴും എന്താ ചെയ്യുന്നത്, നല്ലൊരു ആക്യുലേറ്റ്, നല്ലൊരു ശിഷ്യനാണെങ്കിൽ പഠിക്കണം എപ്പോഴും. ഇവൻ പഠിക്കാനല്ല സമയം കളയുന്നത്, ഇവൻ സമയം കളയുന്നത് മുഴുവൻ പടം വരയ്ക്കാൻ. സിക്സ്ത് പാരഗ്രാഫ് എടുക്കുകയാണ്. One day, after he had drawn some very clever pictures of the cats upon the paper screen, അങ്ങനെ ഒരു ദിവസം നമ്മുടെ സംഭവം നടക്കുന്ന ദിവസം, അപ്പൊ പ്രീസ്റ്റ് കുറെ പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല. ഒരു ദിവസം ഇവൻ ഇരുന്നിട്ട് എന്ത് ചെയ്തു, he drew some very clever pictures of the cats upon the paper screen. ആ പേപ്പറിന്റെ സ്ക്രീനിൽ മുഴുവനും അവൻ പടം വരച്ചു. And the old priest said to him severely, harshly, വളരെ ഹാർഷ് ആയിട്ട് പ്രീസ്റ്റ് പറയാണ്, മൈ ബോയ് യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. അപ്പൊ തന്നെ ഇനി നിന്നെ എനിക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കുറെ നാൾ പ്രീസ്റ്റ് പറഞ്ഞു അല്ലെ, പ്രീസ്റ്റ് പറയുന്നതൊന്നും ഇവൻ കേൾക്കുന്നില്ല. അവസാനം പ്രീസ്റ്റ് പറഞ്ഞു എന്തെന്ന്, മതി, ഇനി നീ ഇവിടെ നിന്നത് മതി, അറ്റ് വൺസ്, ഇപ്പൊ തന്നെ നീ ഇവിടുന്ന് പോയിക്കൊള്ളാനായിട്ട്. അപ്പൊ പ്രീസ്റ്റ് വളരെ ഹാർഷായിട്ട്, വളരെ സിവിയർ ആയിട്ട്, വളരെ ദേഷ്യത്തോടുകൂടി പറയാണ്, മൈ ബോയ് യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. ഇപ്പൊ തന്നെ പോയിക്കോ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്ക് ഒരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ പറ്റില്ല. എന്തുകൊണ്ടാ പ്രീസ്റ്റ് അവനെ വിട്ടത്? അവനോട് പറയാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട. കാരണം ഒരു നല്ല പ്രീസ്റ്റ് ആവണമെങ്കിൽ നല്ല അനുസരണശീലമുള്ള, നന്നായിട്ട് പഠിക്കുന്ന നല്ലൊരു കുട്ടിയാവണം. അത് നിന്നെ കൊണ്ട് സാധിക്കില്ല. ബട്ട് പെർഹാപ്സ്, പക്ഷേ നിനക്ക് ഒരു കഴിവുമില്ല, നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് വിടുകയല്ല ചെയ്യുന്നത്. നിനക്കൊരു നല്ലൊരു പ്രീസ്റ്റ് ആവാൻ പറ്റില്ല, പക്ഷെ നിന്റെ കഴിവ് വേറെയാണ്. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നിനക്ക് വേണമെങ്കിൽ എന്താവാം, പെർഹാപ്സ് ഒരുപക്ഷെ ഭാവിയിൽ നീ എന്താവാം, നല്ലൊരു ആർട്ടിസ്റ്റ് ആവാം. പക്ഷെ നിനക്ക് എന്താവാൻ പറ്റില്ല, ഒരു പ്രീസ്റ്റ് ആവാൻ ഒരിക്കലും പറ്റില്ല. ഒരു പ്രീസ്റ്റിനുള്ള ഗുണങ്ങളൊന്നും നിനക്കില്ല. അതുകൊണ്ട് നിനക്കൊരു പുരോഹിതനാകാൻ പറ്റില്ല. ബെറ്റർ ദാറ്റ് യു ക്യാൻ ബിക്കം എ, പെർഹാപ്സ് യു ക്യാൻ ബിക്കം എ ആർട്ടിസ്റ്റ്. പക്ഷെ ചിലപ്പോൾ നിനക്ക് എന്താകാൻ പറ്റും, നീ ഒന്ന് ശ്രമിച്ചാൽ നിനക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ ചിലപ്പോൾ പറ്റും. നൗ ലെറ്റ് മീ ഗീവ് യു എ ലാസ്റ്റ് പി. അപ്പൊ വിടുകയാണ് അവിടുന്ന്. പറഞ്ഞു വിടുമ്പോ ആസ് എ പ്രീസ്റ്റ് ഹി വാസ് ഗിവിംഗ് ആൻ അഡ്വൈസ്. അവനൊരു ഉപദേശം കൊടുക്കുകയാണ്. എന്താ ഉപദേശം പറയുന്നത് നോക്കാം. ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് ആൻഡ് ബി ഷുവർ യു നെവർ ഫൊർഗെറ്റ് ഇറ്റ്. യു നെവർ ഫൊർഗെറ്റ് ഇറ്റ്. ഫൊർഗെറ്റ് ചെയ്യാം, മറക്കരുത്. നീ ഒരിക്കലും മറക്കരുത്. ഞാനൊരു ഉപദേശം തരാൻ പോവാണ്. ആ ഉപദേശം നീ എപ്പോഴും ഓർക്കണം നിന്റെ ജീവിതത്തിലെ. എന്താ നോക്കാം ഉപദേശം, അത് വൈകാട്ട് പഠിക്കാട്ടോ. വാട്ട് വാസ് ദ അഡ്വൈസ് ദാറ്റ് വാസ് ഗിവൺ ബൈ ദ പ്രീസ്റ്റ്? പ്രീസ്റ്റ് കൊടുത്ത അഡ്വൈസ് ഇതായിരുന്നു, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ പ്ലേസസ്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രി, പകല് നമുക്ക് തുറസായ സ്ഥലത്തൊക്കെ നടക്കാം, പക്ഷെ രാത്രി ലാർജ് പ്ലേസസിലേക്ക് പോകരുതെന്ന്, തുറസായി കിടക്കുന്ന സ്ഥലത്ത് പോകരുത്. എപ്പോഴും കീപ് ടു സ്മോൾ, ഒതുങ്ങിയ ചെറിയ റൂമിലേക്ക്, ചെറിയ സ്ഥലത്തേക്ക് പോകണം എന്ന്. പക്ഷെ ഇത് പറഞ്ഞപ്പോ എന്തിനാ പറയുന്നത് അവന് മനസ്സിലായില്ല. The boy did not know what the priest meant by saying. എന്താണ് പ്രീസ്റ്റ് ഉദ്ദേശിച്ചത് അവനറിയില്ല. പ്രീസ്റ്റ് പറഞ്ഞത് അവൻ കേട്ടു, എന്തെന്ന്, രാത്രി ലാർജ് പ്ലേസിലേക്ക് എടുക്കരുത്, ചെറിയ പ്ലേസിൽ, സ്മോൾ പ്ലേസിലേക്ക് പോകണമെന്ന്. പക്ഷെ അവനറിയില്ല എന്താണ് പ്രീസ്റ്റ് ഉദ്ദേശിച്ചതെന്ന് അവന് അറിയില്ല. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ, ഇതാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ അത് എന്തിനാ പറഞ്ഞതെന്ന് അറിയില്ല. ഹി തോട്ട് ആൻഡ് തോട്ട്. അവൻ ചിന്തിച്ചു പോലെ എന്തായിരിക്കും പ്രീസ്റ്റ് പറഞ്ഞതിന്റെ അർത്ഥം. കുറെ അവൻ ആലോചിക്കുകയാണ്. വൈൽ ഹി വാസ് ടൈയിങ് കെട്ടുക ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്തേഴ്സ് ടു ഗോ അവേ. പൊക്കോളാൻ പറഞ്ഞു, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. അവൻ അവന്റെ തുണികളൊക്കെ കെട്ടുകയാണ് പോവാനായിട്ട്. പണ്ടൊക്കെ അതാണ് തുണി കെട്ടിയിട്ട് ഇങ്ങനെ ഇതിലാക്കണം. അപ്പൊ അവൻ കെട്ടി വെക്കുകയാണ്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. അപ്പോഴവൻ ആ വേർഡ്സ് മനസ്സിലാവുന്നില്ല, പ്രീസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ. പക്ഷെ പ്രീസ്റ്റിനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല, എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. ഇത് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അപ്പൊ അവൻ ആ പ്രീസ്റ്റിന്റെ അടുത്ത് അവിടെ ഇറങ്ങുകയാണ്. പ്രീസ്റ്റിന്റെ അടുത്ത് യാത്ര പറഞ്ഞു, ഗുഡ് ബൈ പറഞ്ഞിറങ്ങി. പക്ഷെ എന്താണ് പ്രീസ്റ്റ് പറഞ്ഞ ഉപദേശത്തിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. അത് എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം അവന് ഉണ്ടായില്ല. പ്രീസ്റ്റിനോട് വേറെ ഒന്നും ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഗുഡ് ബൈ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയാണ്.
അടുത്ത പാരഗ്രാഫ് അടുത്ത പേജിലെ പേജ് നമ്പർ 32. He left the temple very sorrowfully, ദുഃഖത്തോടുകൂടി, ഭയങ്കര വിഷമത്തോടുകൂടി അവൻ ആ ടെമ്പിളിൽ ഇറങ്ങാണ്. കാരണം അവന്റെ പാരന്റ്സ് അവിടെ കൊണ്ടുവന്നാക്കിയേക്കണത്. വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റുമോ? പാരന്റ്സ് എന്തിനാ അവനെ കൊണ്ടുവന്നാക്കിയേക്കണത്? ടു ബിക്കം എ ഗുഡ് പ്രീസ്റ്റ്, നല്ലൊരു പ്രീസ്റ്റ് ആവാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയേക്കാണ്. അപ്പൊ ഇനിയിപ്പോ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. He left the temple very sorrowfully, വിഷമത്തോടുകൂടി ദുഃഖത്തോടുകൂടി ടെമ്പിളിൽ ഇറങ്ങുകയാണ്. And began to wonder what he should do. എന്തിനി ചെയ്യും? അവൻ ആലോചിക്കണേ, വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് പോകുമെന്ന്. If he went straight home, നേരെ വീട്ടിലേക്ക് ചെന്നു എന്ന് വിചാരിക്കേ, he felt sure, ഉറപ്പുണ്ട്, his father would punish him. ഫാദർ അവനെ പണിഷ് ചെയ്യും. എന്താണ്? എന്തിനാ? അവന് അസുഖമായതിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഒരു കാരണം കൊണ്ടല്ല വിടുന്നത്. എന്തുകൊണ്ടാണ്? ഹീസ് ഡിസൊബീഡിയന്റ്, അനുസരണ ഇല്ലാണ്ട് പടം വരയ്ക്കാനിരിക്കും. അതിനല്ലേ പ്രീസ്റ്റ് വിട്ടത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു പാരന്റ്സ് ആയാലും ആ കുട്ടികളെ ശിക്ഷിക്കും. അപ്പൊ അവനറിയാം വീട്ടിൽ ചെന്നാൽ അവന്റെ ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിംഗ് ബീൻ ഡിസൊബീഡിയന്റ് ടു ദ പ്രീസ്റ്റ്. പ്രീസ്റ്റ് ഇത്ര പ്രാവശ്യം പറഞ്ഞത് കേൾക്കാതെ പ്രീസ്റ്റിനെ ഡിസൊബീഡിയന്റ് ചെയ്തതില് അവന്റെ പാരന്റ്സ് അവനെ ശിക്ഷിക്കും. So he was afraid to go home. അതുകൊണ്ട് അവൻ വീട്ടിൽ പോകാൻ പേടിയായിരുന്നു. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Why he was afraid? ഇവിടെ വരുന്നുണ്ട് അവിടെ ചോദ്യങ്ങള്. When the priest sent him away, he did not go to home. വീട്ടിലേക്ക് പോയില്ല. What was the reason? എന്തായിരുന്നു കാരണം? Because he was afraid that his father would punish him for showing disobedient to the priest. പ്രീസ്റ്റിനോട് ഡിസൊബീഡിയന്റ് ആയതിന്റെ പേരില് ഫാദർ അവനെ പണിഷ് ചെയ്യുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. പിന്നെ എന്താ അവൻ ചെയ്ത് നോക്കാം. All at once he remembered. അപ്പോഴാണ് അവൻ ഓർത്തത് ഒരു കാര്യം. പെട്ടെന്ന് അവൻ ഓർക്കുകയാണ് വേറൊരു സ്ഥലത്തിനെ കുറിച്ച്. ദാറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്, അടുത്ത വില്ലേജില് 12 miles away. എത്ര ദൂരം നടക്കണം? ഇവിടുന്ന് 12 മൈൽ അകലെ അടുത്തൊരു വില്ലേജ് ഉണ്ട്. There was a very big temple. അവിടെ വലിയൊരു ടെമ്പിൾ ഉണ്ട്. ഇതൊരു ചെറിയ ടെമ്പിൾ ആണ്. അപ്പൊ ഒരു പ്രീസ്റ്റ് പറയുന്നത് കേൾക്കണം, ഒരു പ്രീസ്റ്റ് വിട്ടാൽ പോകണം അല്ലെ. പക്ഷെ ഇവിടെ നിന്ന് 12 miles അകലെ ഒരു വലിയൊരു ടെമ്പിൾ ഉണ്ട്. അപ്പൊ അവിടെ കുറെ പ്രീസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇവന് എന്തായാലും അവിടെ നിൽക്കാൻ പറ്റുമെന്ന് അവൻ വിചാരിക്കുകയാണ്. They were very big temple ആണ്. There was a very big temple. He had heard there were several priests. പിന്നെ പറയുന്നത് പിന്നെ ഇതും കൂടി അവൻ കേട്ടിട്ടുണ്ട്. അവിടെ വലിയൊരു ടെമ്പിൾ ആണ്, അവിടെ കുറെ പ്രീസ്റ്റ് ഉണ്ട് at that temple. And he made up his mind. ഇതൊക്കെ ഫ്രേസ് ആണ്. Made up his mind. എന്താ made up his mind? Made up his mind, determined, തീരുമാനിച്ചു. To go to them, അവിടേക്ക് ചെല്ലാമെന്ന് ആ പ്രീസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് and ask them to take him for their acolyte. എന്താക്കി മാറ്റാമെന്ന്? അവരുടെ acolyte ആയിട്ട്, അവരുടെ ശിഷ്യനായിട്ട്, അവരുടെ അവരുടെ കൂടെ നിൽക്കാനായിട്ട് സമ്മതിക്കുമോ എന്ന് അവരോട് പോയി ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ 8th പാരഗ്രാഫിൽ എന്താണ്ടാവുന്നത്? സംഭവം, കഥ ഓർത്ത് എഴുതാൻ കിട്ടണം കേട്ടോ. നരേഷൻ ആവശ്യമുണ്ട്. ഈ സ്റ്റോറി നരേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സ്റ്റോറി കിട്ടണം. ഇവിടെ എന്താ സംഭവിച്ചത്? പ്രീസ്റ്റ് അവിടെ ഇറക്കി വിട്ടു. ഒരു അഡ്വൈസും കൊടുത്തുകൊണ്ട് ഇറക്കി വിടാണ്. അഡ്വൈസ് കൊടുത്ത് ഇറക്കി വിട്ട പ്രീസ്റ്റ് എന്താണ് കൊടുത്ത അഡ്വൈസ്? ഓൾവേസ് ഇതാണ് ഇവിടെ പ്രീസ്റ്റ് കൊടുത്ത അഡ്വൈസ്. Avoid the large places at night and keep too small. ഈ അഡ്വൈസ് കേട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി അവന്റെ ഉള്ളിലുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയം. അതാണ് ഈ കഴിഞ്ഞ പാരഗ്രാഫിൽ അല്ലെ. അവന്റെ ഉള്ളിൽ അവനൊരു ഡിസിഷൻ എടുക്കുകയാണ്, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. Because if he went home, what will happen? His parents would punish him, his father would punish him for being disobedient to the priest. അപ്പൊ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവൻ വിചാരിച്ചു അടുത്തൊരു ടെമ്പിൾ ഉണ്ട്, 12 miles അപ്പുറത്ത് ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൽ പോയിട്ട് അവിടെ കുറെ പ്രീസ്റ്റുകളുണ്ട്, അവരോട് ഇവനെ അക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ഇവൻ തന്നെ തീരുമാനിച്ച് അങ്ങോട്ട് യാത്ര തുടങ്ങിയാണ്. And the 9th paragraph. Now that big people was closed up. Now that big temple was closed up, but the boy did not know this fact. ആ ടെമ്പിൾ ക്ലോസ് ചെയ്ത് അടച്ചിട്ടേക്കാം. ആ ടെമ്പിൾ പൂട്ടി. ഇവൻ ഇതൊന്നും അറിയുന്നില്ല. He did not know the fact വസ്തുത കാര്യം എന്ന്. ആ ടെമ്പിൾ അടച്ചിട്ടേക്കാണ്. അവിടെ പുരോഹിതന്മാരാരുമില്ല. ഇപ്പൊ അവിടെ ഒരു പൂജകളോ ഒരു കർമ്മങ്ങളും അവിടെ നടക്കണില്ല. ആ ടെമ്പിളിൽ പുരോഹിതന്മാരാരുമില്ല എന്നുള്ള വസ്തുത അവൻ അറിയില്ലായിരുന്നു. അത് അടച്ചിട്ടിരിക്കുന്ന ടെമ്പിളാന്ന് അറിയുന്നില്ല. കാരണം അവൻ രാത്രിയാ ചെല്ലണത്.
The reason it had been closed up was that ഇനി ആ ടെമ്പിൾ അടച്ചിടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നു കാരണം? The reason it had been closed up was that a goblin had frightened the priest. Goblin, a very ugly creature, വലിയൊരു ഏരിയ ആണ് അവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് വലിയൊരു ഫിഗർ, സാധാരണ ഏരിയ അല്ല. ഗോബ്ലിൻസ് ഒരു ലാർജ് ക്രീച്ചർ, ഒരു വലിയൊരു ജീവി, ഒരു വൃത്തികെട്ട ഒരു എലിയുടെ രൂപത്തിലുള്ള ഒരു ക്രീച്ചർ. ആ ക്രീച്ചർ എന്താ ഫ്രൈറ്റൻ ഓൾ ദ പ്രീസ്റ്റ് അവേ, അവിടെയുള്ള പുരോഹിതന്മാരെയൊക്കെ ഓടിപ്പിച്ച് കളഞ്ഞ ആ ഗോബ്ലിൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവരെയൊക്കെ പേടിപ്പിച്ചു. എല്ലാവരും പേടിച്ച് അവിടുന്ന് പ്രീസ്റ്റുകളൊക്കെ ഓടിപ്പോയി. അതുകൊണ്ട് ആ ടെമ്പിൾ അടച്ചിട്ടിരിക്കുകയാണ്. And had taken the possession of the palace. ആ പാലസിന്റെ പൊസഷൻ, ഉടമസ്ഥാവകാശം ഇപ്പൊ ആർക്കാണ്? ആ ഗോബ്ലിൻ ആണ്. ആ ഗോബ്ലിൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരെയും ഓടിപ്പിച്ച് ഗോബ്ലിൻ ആണ് അവിടുത്തെ ഉടമസ്ഥാവകാശത്തിലിരിക്കുന്നത്. സം ബ്രേവ് വാരിയേഴ്സ്, ഇനി ആ ടെമ്പിളിനെ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് ബ്രേവ് ആയിട്ടുള്ള നല്ല ധൈര്യമുള്ള വാരിയേഴ്സ്, സോൾജേഴ്സ്, പട്ടാളക്കാർ വരെ വന്നു. Had afterward gone to the temple at night to kill the goblin. രാത്രിയെ ഗോബ്ലിൻ വരുള്ളൂ. ആ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടി രാത്രിയിലെ കുറെ പട്ടാളക്കാർ അങ്ങോട്ട് ചെന്നു. But they had never been seen alive again. പക്ഷെ അവരെ എന്താ ജീവനോടെ again വീണ്ടും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണ്? കുറെ പട്ടാളക്കാര്, സോൾജേഴ്സ്, they went to the temple at night to see or to kill the goblin. ഗോബ്ലിനെ കാണാൻ രാത്രി കാണാൻ പറ്റും, അതുകൊണ്ട് രാത്രി പോവാണ്. ആ ഗോബ്ലിനെ കൊല്ലാൻ രാത്രിയിൽ ചെല്ലുകയാണ്. പക്ഷെ അവര് ഗോബ്ലിനെ കൊന്നുവെന്നല്ല പറയണത്. ഈ പട്ടാളക്കാരെ പിന്നെ ലോകം കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പട്ടാളക്കാരെ അവിടെ മരിച്ചു. അവരൊക്കെ ആര് കൊന്നു എന്ന്? ഈ ഗോബ്ലിൻ കൊല്ലുകയാണ്. But they had never been seen alive again. വീണ്ടും അവരെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. അവിടെ പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. Nobody had ever told these things to boy. പക്ഷെ ഇത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ആ കുട്ടി അങ്ങോട്ട് പോകുമോ? ഇല്ല. പക്ഷെ nobody had, ആരും അവനോട് ഈ കഥ പറഞ്ഞിട്ടില്ല. Nobody had ever told these things to the boy. ആ കുട്ടിയുടെ കഥ ആരും പറഞ്ഞിരുന്നില്ല. So he walked all the way to the village. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ എത്ര മൈൽ ഉണ്ടെന്ന് പറഞ്ഞു? 12 മൈൽ നടക്കണം അല്ലെ? ഈ 12 മൈൽ നടന്ന് hoping to be kindly treated by the priest. എന്ത് ഹോപ്പിംഗ്? പ്രതീക്ഷ. എന്ത് പ്രതീക്ഷയോടെയാണ്? kindly treated by the priest. അവിടെയുള്ള പ്രീസ്റ്റുകളൊക്കെ എന്നോട് നല്ല ദയാപൂർവം പെരുമാറും എന്നുള്ള ഹോപ്പ്, പ്രതീക്ഷയില് അവൻ അങ്ങോട്ട് ചെല്ലിയാണ്. അവൻ നടക്കുകയാണ്. ഈ 12 മൈൽ നടന്ന് ആ ടെമ്പിളിലേക്ക്. അപ്പൊ 12 മൈൽ അപ്പുറത്തൊരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവൻ. കാരണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഫാദർ പണിഷ്യും. പ്രീസ്റ്റ് ആണെങ്കിൽ അവനെ എടുക്കൂല. കാരണം പ്രീസ്റ്റ് അവിടെ ഇറക്കി വിട്ടു. അപ്പൊ അടുത്തൊരു വഴിയുള്ളൂ. അടുത്ത ഗ്രാമത്തില്, അവിടെ നിന്ന് 12 മൈൽ അകലെയുള്ള അടുത്ത ഗ്രാമത്തില് ഒരു വലിയൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവൻ ആ ടെമ്പിളിലേക്ക് നടക്കുകയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓദർ നമുക്ക് ആ കഥ പറഞ്ഞു തരാണ് അവിടുത്തെ ആ ടെമ്പിളിന്റെ അവസ്ഥ. അതാണ് ബിലീവബിൾ അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അതാണ് പറയുന്നത്. ഈ സ്റ്റോറിയിൽ നടക്കുന്നതൊക്കെ അൺബിലീവബിൾ തിങ്സ് ആണ്. കാരണം അവിടെ ഒരു ഗോബ്ലിൻ ഉണ്ട്, ഒരു വലിയൊരു അഗ്ലി ക്രീച്ചർ ഉണ്ട്, വലിയൊരു ജീവി. ആ ജീവി അവിടെയുള്ള പ്രീസ്റ്റിനെയൊക്കെ ഓടിപ്പിച്ചു കളഞ്ഞു. ആ ടെമ്പിള് ഇപ്പൊ ആരുടെ കീഴിലാണ്? ആ ഗോബ്ലിന്റെ ടെമ്പിൾ ആണ് ഇപ്പൊ അത്. വേറെ ആരും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കുറെ സോൾജേഴ്സ് ചെന്നു അല്ലെ? ആ എലിനെ അല്ലെങ്കിൽ ആ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടി കുറെ സോൾജേഴ്സ് ചെന്നു. പക്ഷെ ആ സോൾജേഴ്സിനെ പിന്നെ ജീവനോടെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ഗോബ്ലിൻ ആ സോൾജേഴ്സിനെ ഒക്കെ കൊന്നു. അവിടേക്ക് ആരൊക്കെ ചെന്നിട്ടുണ്ടോ അവരെയൊക്കെ കൊല്ലുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രീസ്റ്റുകളും അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഇങ്ങനെ പേടിയുള്ള സ്ഥലത്തേക്ക്, ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഈ അങ്ങനെ ടെമ്പിൾ അടച്ചുപൂട്ടി, ആരും അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ ഗോബ്ലിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ടെമ്പിളിലേക്കാണ് ഇതൊന്നും അറിയാതെ, ഈ കഥയൊന്നും അറിയാതെ ആ കുട്ടി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അടുത്ത പാരഗ്രാഫ്. When he got to the village,
ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. അങ്ങനെ അവൻ വില്ലേജിലെത്തി. ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്, രാത്രിയായി. ആൻഡ് ഓൾ ദ പീപ്പിൾ വെർ ഇൻ ബെഡ്, എല്ലാവരും ഉറങ്ങിയാണ്, രാത്രി എല്ലാവരും കിടന്നുറങ്ങിയാണ്. ബട്ട് ഹി സോ ദ ബിഗ് ടെമ്പിൾ, പക്ഷെ അവൻ ആ ടെമ്പിൾ മാത്രം കണ്ടു, കാരണം ടെമ്പിളിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. On a hill at the other end of the principal street, and he saw there was a light in the temple. കാരണം ടെമ്പിൾ കാണാൻ കാരണം രാത്രിയായി അവനോട് ആ ഗ്രാമത്തിൽ എത്തിപ്പിക്കും എല്ലാ ആളുകളും ഉറങ്ങി, പക്ഷെ ആ ടെമ്പിളിൽ മാത്രം ഒരു ലൈറ്റ് ഉണ്ട്. People who tell the story says Goblin used to make that light. ഈ ഗോബ്ലിന്റെ കഥ പറഞ്ഞ് നടക്കുന്ന ഈ ആളുകൾ, ഈ കെട്ടുകഥ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുകയാണ് ഗോബ്ലിനാണ് ആ രാത്രിയില് അവിടെ ലൈറ്റ് കത്തിക്കുന്നത്. In order to tempt lonely travelers to ask for the shelter. എന്തിനു വേണ്ടിയിട്ടാണ് ഗോബ്ലിൻ അവിടെ ലൈറ്റ് കത്തിച്ചു വെക്കുകയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? In order to tempt ചെയ്യാം, അട്രാക്ട് ചെയ്യാൻ, പ്രലോഭനം കൊടുക്കാൻ. ലോൺലി ട്രാവലേഴ്സിന്, ലോൺലി ഒറ്റയ്ക്ക്, കൂട്ടത്തോടെ വരുന്നില്ല, ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ആളുകളൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കണം, ഈ അമ്പലത്തിലേക്ക് അവർ വരണം. ടു ആസ്ക് ഫോർ ദ ഷെൽട്ടർ, അഭയം തേടി ഈ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് അവർ കയറണം. അതിനു വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് കത്തിച്ചു വെക്കുന്നത്. അപ്പൊ കയറി കഴിഞ്ഞാൽ ഗോബ്ലിൻ അവരെ കൊന്ന് അന്ന് ഭക്ഷിക്കാം. അപ്പൊ അതിനു വേണ്ടി ഗോബ്ലിൻ എന്നും രാത്രി വിളക്ക് കത്തിച്ചു വെക്കണു എന്ന് ഒരു കഥയാണ് കേട്ടോ, ആളുകൾ പറഞ്ഞു നടക്കുന്ന ഒരു കഥയാണ്. ഗോബ്ലിനെ കുറിച്ച് പറയുന്ന ആളുകൾ പറയുന്നത് ആ അമ്പലത്തിൽ രാത്രി കത്തിച്ചു വെക്കുന്ന വിളക്ക് ആര് കത്തിക്കുന്നതാണ്? ഗോബ്ലിൻ കത്തിച്ചു വെക്കുന്നതാണ്. ഈ വിളക്ക് കണ്ടിട്ടാണ് ഈ കുട്ടി അങ്ങോട്ട് പോകുന്നത്. ഇനി നമുക്ക് കഥയുടെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം.